ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പിസ്റ്റൺ ആൻഡ് റിങ്സ്, അത് എങ്ങനെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യും, അതിൻ്റെ പൊസിഷൻസ്, റിങ്സിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച്, അതായത് ബിഗിനേഴ്സിന് അല്ലെങ്കിൽ IT-ലേക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പിസ്റ്റണിനെ കുറിച്ചൊരു വിശദീകരണം തരുവാൻ. അപ്പോൾ ആ കമൻസിനെ ഞാൻ മാനിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. അപ്പോൾ ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനും കൂടെ ഞാൻ എയിം ചെയ്താണ് ഇങ്ങനെ ലളിതമായ രീതിയിൽ പറയുന്നത്. ഇത് പിസ്റ്റൺ, ഇതിൻ്റെ ഇന്നെന്ന് എഴുതിയിട്ടുള്ള ഭാഗമുണ്ട്, അതായത് കാർബറേറ്റർ സൈഡാണ് ഈ ഇൻപുട്ട്. ഇൻലെറ്റ് വാൽവ് എന്ന് പറയും. ഇൻലെറ്റ് വാൽവ് ഈ ഭാഗത്താണ് വരുന്നത്, മേളിൽ. അതേപോലെ താഴെ EX എന്ന് ഇട്ടിരിക്കും, പക്ഷേ ഇതിൽ WPG എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എക്സ്ഹോസ്റ്റ് ആണ് ഈ താഴെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇന്നെന്ന് പറയുന്ന ഭാഗം മേളിലാണ്. ഇങ്ങനെ ഇവിടെ കാർബറേറ്റർ വരും, ഇൻലെറ്റ് വാൽവ് ഈ ഭാഗം, അടിയിൽ സൈലൻസറിൻ്റെ ആ പോർട്ട് വരും. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 5 റിങ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും താഴെ വന്നിട്ട് ഓയിൽ റിങ്ങിൻ്റെ സപ്പോർട്ട് റിങ് എന്ന് പറയും. ഓയിൽ റിങ്ങിൻ്റെ സപ്പോർട്ട് റിങ്. അതിന് തൊട്ട് മുകളിൽ ഓയിൽ റിങ്, അല്ലെങ്കിൽ ഓയിൽ സ്ക്രാപ്പർ റിങ്, ഓയിൽ വൈപ്പർ റിങ്, അങ്ങനെ പല പേരുകൾ അറിയപ്പെടും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓയിൽ സപ്പോർട്ട് റിങ്, അതാണ് ഏറ്റവും താഴത്തെ ഗ്രൂവിൽ വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ സെക്കൻഡ് റിങ്, അതായത് ടോപ്പ് 2 കംപ്രഷൻ റിങ് എന്ന് പറയും. ആ ടോപ്പ് 2 നമ്മളിവിടെ സെറ്റ് ചെയ്യും, സെക്കൻഡ് ഗ്രൂവിൽ. അപ്പോൾ അടുത്ത ഫസ്റ്റ് ചാനലിൽ, ഈ ഫസ്റ്റ് ഗ്രൂവിൽ ടോപ്പ് 1 എന്ന് പറഞ്ഞ ഒരു റിങ് ഉണ്ട്, അത് കംപ്രഷൻ റിങ് ടോപ്പ് 1, അത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനെല്ലാം ഇതാണല്ലോ റിങ്സ്, ഇതിനെല്ലാം ഇതാ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ സിലിണ്ടറിൽ ഫിക്സ് ചെയ്യുമ്പോൾ, സിലിണ്ടറിൽ നമ്മൾ പിസ്റ്റൺ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ഇങ്ങനെ ചേർന്ന് വരും. ഒരു പേപ്പർ ഗ്യാപ്പ് പോലും വരില്ല, അത്രയും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്യാപ്പുകൾ, ഈ 5 റിങ്സിനും ഗ്യാപ്പുണ്ട്, ഇതിനെല്ലാം ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പുകളെല്ലാം ഒരേ രീതിയിൽ വരാൻ പാടില്ല, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നേർക്ക് ഒരിക്കലും വരരുത്, മാറി വരണം. മാറി വന്നാൽ ഈ ഏരിയയിൽ ഇതാ ഈ വെട്ടൊക്കെ വരുന്നില്ലേ, ഇവിടെ വരാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഇപ്പുറത്ത് ഇതാ ഫ്രണ്ടിലും ബാക്കിലും, മുമ്പിലും പുറകിലും എവിടെ വന്നാലും പ്രശ്നമില്ല. എങ്കിലും അതിനൊരു നിയമമുണ്ട്, ആ നിയമത്തെയാണ് ഞാനും പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് പിസ്റ്റൺ, ഇത് ടോപ്പ് 2, അതായത് ബ്ലാക്ക് കളർ, ഇതൊരു കംപ്രഷൻ റിങ്ങാണ്. ഇത് ടോപ്പ് 1 കംപ്രഷൻ റിങ്. അടുത്ത് ഇത് ഓയിൽ റിങ് എന്ന് പറയുന്നത്, ഓയിൽ സ്ക്രാപ്പർ റിങ് എന്ന് പറഞ്ഞ ഈ സാധനം, ഇതാ കണ്ടോ, സ്പ്രിങ് പോലെ. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 റിങ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് റിങ്സ് എന്ന് പറയും. ഈ ഓയിൽ റിങ്സ് ഇത്രയും ഒരു സെറ്റ്, അടുത്ത് കംപ്രഷൻ റിങ് 2 സെറ്റ്. അപ്പോൾ മൊത്തം 5 എണ്ണമാണ് ഈ വാഹനങ്ങളിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു ഗ്രാഫ് ഒന്ന് വരച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ റിങ്സ് ഇതിൽ ഫിക്സ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഒരു വൃത്തം നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. കണ്ടോ, ഇത് പിസ്റ്റൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഇൻപുട്ട് ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ എഴുതും, ഇത് എക്സ്ഹോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊരു മാർക്കും കൂടെ അങ്ങോട്ട് ചെയ്യാം.
കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് കാർബറേറ്റർ വരുന്നത് കേട്ടോ. കാർബറേറ്റർ ഈ സൈഡിൽ വരും. ഇവിടെ സൈലൻസർ, അതിൻ്റെ താഴെ വണ്ടിയുടെ അടിഭാഗം ബോട്ടം, ഇത് ടോപ്പാണ്. ഓക്കെ, ഇത് വണ്ടിയുടെ എഞ്ചിൻ്റെ മേൽഭാഗം, ഇത് താഴത്തെ ഭാഗം ബോട്ടം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പിസ്റ്റൺ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇന്ന് മേഖലയിൽ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഏരിയ, ഇതിൻ്റെ ഈ സൈഡ്, ഇവിടെ റിങ്സ് വരരുത്, ഈ ഭാഗങ്ങളിൽ റിങ്സ് വരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിങ്സ്, ഫസ്റ്റിലിടുന്ന റിങ്സ്, അതായത് നമുക്ക് ഈ കറുത്ത റിങ് ടോപ്പ് 2 എന്നത് നമുക്ക് ഇവിടെ ഞാൻ മാർക്ക് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇവിടെ ശരി. അപ്പോൾ ടോപ്പ് 1 വന്നിട്ട് കംപ്രഷൻ റിങ്, അതിൻ്റെ ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ഇവിടെ ഇടും. ഇവിടെയോ ഇത് ഇപ്പുറത്ത് വന്നാലും കുഴപ്പമില്ല, എങ്കിൽ ആ സെക്കൻഡ് റിങ് ഇപ്പുറത്ത് വരും. ഓക്കെ, അത് രണ്ടും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് ഓയിൽ സ്ക്രാപ്പർ റിങ്. ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ W മോഡലും, ഇങ്ങനെ വയ്ക്കുമ്പോൾ M. അപ്പോൾ നമ്മൾ വയ്ക്കേണ്ടത് M മോഡൽ, അതായത് താഴോട്ട് M മോഡല്. നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തെ എക്സോസ്റ്റിൻ്റെ നടുക്ക് ഇവിടെ വരാം, M മോഡലിൽ ഇങ്ങനെ. അടുത്ത അതിൻ്റെ സപ്പോർട്ട് റിങ് വന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇവിടെ സപ്പോർട്ട് റിങ് 2 ഉണ്ടല്ലോ, അതിൽ വരണം. അപ്പോൾ ഓയിൽ റിങ് ഗ്യാപ്പ്, സ്ക്രാപ്പർ റിങ് സെൻട്രലിൽ വരും. അതിൻ്റെ സപ്പോർട്ട് ഈ സൈഡിൽ 2 വരും. കംപ്രഷൻ റിങ് 2 ടോപ്പിൽ, പിസ്റ്റൺ ടോപ്പിൽ ഇങ്ങനെ. ഇതിനെ നേരെ തിരിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ പോർഷനിൽ, ഈ ഏരിയയിൽ വരരുത്. ഇതിൻ്റെ ഗ്രൂവ്, അതായത് ഇതിൻ്റെ ജോയിൻസ്, പിസ്റ്റൺ റിങ്സിൻ്റെ ജോയിൻസ്, ഗ്യാപ്പ് ഇവിടെയൊന്നും വരാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഓയിൽ റിങ്, സ്ക്രാപ്പർ റിങ്ങും ഈ കംപ്രഷൻ റിങ്ങിൻ്റെ മിഡിലിട്ടാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ നിയമം വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒന്നും കൂടെ ഞാൻ റഫായിട്ടൊന്ന്, ഇൻപുട്ട്, ഇതിൻ്റെ എക്സ്ഹോസ്റ്റ്, നമ്മളെ സൈലൻസർ. അപ്പോൾ കംപ്രഷൻ റിങ് 1 ഇവിടെ ഇടുന്നു, സെക്കൻഡ് ഇവിടെ ഇടുന്നു. അതിൻ്റെ ഓയിൽ സ്ക്രാപ്പർ റിങ് സെൻട്രലിൽ താഴത്തെ ആ ഭാഗം ഇവിടെ ഇടുന്നു. അതുപോലെ ഓയിൽ സപ്പോർട്ട് റിങ് വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഇടും. ഞാൻ പിസ്റ്റലിനും കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇൻലെറ്റ് ഇതാണല്ലോ. അപ്പോൾ ഇവിടെ കംപ്രഷൻ റിങ് ഇടുന്നു, അതിൻ്റെ ടോപ്പ് 1 അവിടെ ഇട്ടു, ടോപ്പ് 2 ഇവിടെ ഇട്ടു. ഓയിൽ റിങ് ഇവിടെ മിഡിലിൽ, ഓയിൽ റിങ്, അതിൻ്റെ സപ്പോർട്ട് റിങ് ഈ സൈഡിൽ. മനസ്സിലായോ? ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പിസ്റ്റണിൽ റിങ്സ് സെറ്റ് ചെയ്യും അതും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടിക്കും. നമുക്ക് ആദ്യം ഈ ഓയിൽ റിങ് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എം മോഡൽ ഇങ്ങനെ ജോയിൻ്റ് ആയി വരുമ്പോൾ കറക്റ്റ് അല്ലേ? ഇതിനെ നമ്മൾ താഴെ എക്സ്പോസ്റ്റ് ഉണ്ടോ, ഇതാ ഇവിടെ ഇട്ട് കഴിയും ജോയിന്റ്. അടുത്ത അതിന്റെ സപ്പോർട്ട് റിങ് ഇതാ ഇവിടെ കിടക്കും ഉണ്ടോ.
അടുത്ത സപ്പോർട്ട് റിങ് നമുക്ക് ഇത് ഇപ്പുറത്തിടാം. അത് സൂക്ഷിച്ച് നമ്മൾ ആ റിങ്സ് കൈകാര്യം ചെയ്യണം, അതിനെ വെൻഡാക്കി കളയരുത്. കണ്ടോ? അപ്പോൾ 2 റിങ്സ് സപ്പോർട്ട് റിങ്സ് 2 ആയി കഴിഞ്ഞു. അതിൻ്റെ ഓയിൽ റിങ് സെൻറ്ററിലായി. ഓയിൽ റിങ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് ടോപ്പ് സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അതാ കണ്ടോ? ഈ കംപ്രഷൻ റിങ് നമുക്ക് സെക്കൻഡ് ഗ്രൂവിൽ ഇടാം, 2ാമത്തെ ചാനലിൽ. കണ്ടോ? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡിൽ വേണം, ഇപ്പുറത്തോട്ട് വരരുത്. ഇപ്പോൾ ടോപ്പ് 1 എന്ന് എഴുതിയ കംപ്രഷൻ റിങ് ഇവിടെ മേലിൽ ഏറ്റവും മുകളിൽ കണ്ടോ? കണ്ടോ? 5 റിങ്സിന്റെ മാർക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് ഇന്ന് എന്നെഴുതിയ ഭാഗത്ത് ഒരു സൈഡിലും സെക്കൻഡ് കംപ്രഷൻ റിങ് മറ്റേ സൈഡിലും, ഓയിൽ റിങ് സ്ക്രാപ്പർ റിങ് സെൻറ്ററിലും, അതിൻ്റെ സപ്പോർട്ട് റിങ് ഓയിൽ സപ്പോർട്ട് റിങ് സൈഡിലും 2, അങ്ങനെ 3 ഓയിൽ റിങ് നമ്മൾ സെറ്റ് ചെയ്തു, 2 കംപ്രഷൻ റിങ് സെറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പിസ്റ്റലിൽ റിങ്സ് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ മാത്രം പരമാവധി ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഓയിൽ ലോസ് വരാം, ഡീകംപ്രഷൻ വരാം, ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ ചാൻസ്. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തണം. മാത്രമല്ല ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയിൽ അടുത്ത് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.